നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 മുതൽ 15 വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. ജ്യോതിഷ ഫലം എന്ന് പറയുമ്പോൾ അതിലുപരി ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവും സുഖകരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങൾ മാറ്റുമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം എന്താണെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് വരാനുള്ള ഒരു യോഗമുള്ള ഒരു സമയമാണ്. സന്താനലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥനയോടെ കഴിയുന്ന ആളുകൾക്കൊക്കെ സന്താനങ്ങൾ ഉണ്ടാവാനുള്ള വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ്. നല്ല വാർത്തകളൊക്കെ കേൾക്കുവാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഭവന നിർമ്മാണമൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ ഇപ്പോൾ ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വളരെയധികം പുരോഗതിയിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തില് വളരെയധികം നല്ല ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളെല്ലാം അവിടെ ഫലവത്താകുന്നു എന്നുള്ളതാണ് ഈ സമയത്ത്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് സിനിമയിൽ ആഗ്രഹമുള്ളവർക്കൊക്കെ, കലാകാരന്മാർക്കൊക്കെ അത് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിജയം ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങൾ ഉപരിപഠനത്തിനൊക്കെ ചേരുവാനുള്ള ആവശ്യമായ വിജയമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് ഒക്കെയുള്ള കോളേജുകളിൽ തന്നെ ചെന്ന് ചേരുവാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് എല്ലാം അന്വേഷിച്ചറിഞ്ഞ് ചെയ്യുക. ഇല്ല എങ്കിൽ ചിലപ്പോൾ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ ചില ദുർചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ വലയം ചെയ്യുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയുക. അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ സാധ്യതയെല്ലാം നിങ്ങൾ ഒഴിവാക്കി കളയേണ്ടതാണ്. ബന്ധുജനങ്ങളുമായിട്ട് ശത്രുത ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ജൂലൈ 8 മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുജനങ്ങളുമായിട്ട് ചില വാക്കേറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കിംവദന്തികളിലൂടെ ഉണ്ടാകുന്ന വാക്കേറ്റങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് അപഖ്യാതിയൊക്കെ പറഞ്ഞു നടക്കുന്ന ചിലരുമായിട്ട് നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കയ്യാങ്കളിക്കൊന്നും പോകാതിരിക്കുക. പരിക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ജയിൽവാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങളെ ഉള്ളത്. ഇത് കൂടുതലും ഈ ചില കയ്യാങ്കളികളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജൂൺ 8 ശേഷം മനഃശാന്തി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറി പോവുകയാണെങ്കിൽ ജീവിതത്തില് പിന്നീടുള്ള കാലം നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ജൂൺ 1 മുതൽ 7 വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമായിരുന്നു എങ്കിലും ചില കാര്യങ്ങൾ 8-ാം തീയതി മുതൽ അത്ര നന്നായിട്ട് പോവുകയില്ല. കാരണം നമ്മളുടെ താരകാസ്ഥിതി മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ കോട്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശത്രുതാശല്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എല്ലാ നേട്ടങ്ങളും വരുമ്പോൾ അതിലൂടെ ചില ശത്രുതകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റു മതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. സഹജീവികളോട് കരുണ കാണിക്കുവാൻ ശ്രമിക്കുക. ഇത് കാർത്തിക നക്ഷത്രത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇതില് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ
ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.